ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഫൈനൈറ്റ് ഫീൽഡുകളെ കുറിച്ചും അതിൻ്റെ മിക്കവാറും എല്ലാ ഫൈനൈറ്റ് ഫീൽഡുകളുടെ സ്ട്രക്ചറിനെ കുറിച്ചുമാണ് നമ്മൾ ഇനി വരാൻ പോകുന്ന വീഡിയോസിലായാലും ഈ വീഡിയോയിലെല്ലാം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്കൊരു പ്രൈം നമ്പർ പി എന്ന് പറയുന്നൊരു പ്രൈം നമ്പർ നമ്മുടെ കയ്യിലുണ്ട്. അങ്ങനെയാണെങ്കിൽ ഫോർ എവറി പോസിറ്റീവ് ഇൻറ്റിജർ എൻ, നമ്മൾ എൻ എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് ഇൻറ്റിജർ എടുക്കുകയാണെങ്കിൽ p⁻n ഓർഡറായിട്ട് വരുന്ന അപ് ടു ഐസോമോർഫിസം എക്സാക്ട്ലി വൺ ഫൈനൈറ്റ് ഫീൽഡ് ഉണ്ടാവും എന്നാണ് പറയുന്നത് അല്ലേ. p⁻n ഓർഡറായിട്ട് വരുന്ന എക്സാക്ട്ലി വൺ ഫൈനൈറ്റ് ഫീൽഡ്. ആ ഫൈനൈറ്റ് ഫീൽഡിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് GF p⁻n എന്നാണ്. അപ്പോൾ ഫോർ എ ഗിവൺ പ്രൈം ആൻഡ് ഫോർ എ പോസിറ്റീവ് ഇൻറ്റിജർ n ദർ ഈസ് എക്സാക്ട്ലി one finite field of order p⁻n up to isomorphism. അപ്പോൾ ഇതിനെ GF കൊണ്ട് ഉദ്ദേശിച്ചത് ഗാൽവ ഫീൽഡ് എന്നാണ് കേട്ടോ. ഗാൽവ ഫീൽഡ്, ഗലോയിസ് എന്നാണ് എഴുതുന്നതെങ്കിലും ഗാൽവ ഫീൽഡ് എന്നാണ് പ്രൊനൗൺസ് ചെയ്യുക. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ പേര് കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എവറേറ്റ്സ് ഗാൽവ എന്ന് പറയുന്ന മാത്തമാറ്റീഷ്യൻ, എവറേറ്റ്സ് ഗാൽവ എന്ന് പറയുന്ന മാത്തമാറ്റീഷ്യൻ, ആ മാത്തമാറ്റീഷ്യൻ 21 വയസ്സ് വരെയൊക്കെ ജീവിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ചെറിയ പ്രായത്തിനകത്ത് തന്നെ അയാൾ ഫൈനൈറ്റ് ഫീൽഡിൽ ഒരുപാട് സ്റ്റഡീസ് നടത്തുകയും അതുപോലെ കുറേ പേപ്പേഴ്സൊക്കെ പബ്ലിഷ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ് ഈ ഗാൽവ എന്ന് പറയുന്നൊരു വ്യക്തി. ഷോർട്ട് പീരീഡ് ഓഫ് ലൈഫാണ് ഗാൽവയ്ക്ക് ഉണ്ടായിരുന്നത് കേട്ടല്ലോ. അപ്പോൾ ഈ ഫൈനൈറ്റ് ഫീൽഡിനെ കുറിച്ച് ഏറ്റവും അധികം സ്റ്റഡീസ് ഗാൽവ തിയറി എന്ന് പറയുന്ന ഒരു തിയറി തന്നെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ഗാൽവയുടെ പേരിൽ. അപ്പോൾ അത്രയധികം കോൺട്രിബ്യൂഷൻസ് നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഗാൽവ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ്, മാത്തമാറ്റീഷ്യൻ. അങ്ങേര് 20ാമത്തെ വയസ്സാകുമ്പോഴേക്കും ഏകദേശം കോൺട്രിബ്യൂഷൻസ് ഒക്കെ നടത്തി കഴിഞ്ഞു. 21ാമത്തെ വയസ്സിൽ അദ്ദേഹം മരണപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ വളരെ ഷോർട്ട് പീരീഡ് ഓഫ് ലൈഫാണ് ഗാൽവയ്ക്കുള്ളത്. അതിനകത്ത് തന്നെ അങ്ങേര് ഒരുപാട് കണ്ടുപിടുത്തങ്ങളും മറ്റു കാര്യങ്ങളെല്ലാം ഫൈനൈറ്റ് ഫീൽഡിനെ കുറിച്ച് ചെയ്തിരുന്നു. അപ്പോൾ ഗാൽവ ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ എ ഗിവൺ പ്രൈം p and for every positive integer n there is exactly one finite field of order p⁻n and that field we denoted it as Galois field of order p⁻n. ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ പേടിക്കണ്ട, ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇനി വരുന്ന വീഡിയോസിലായാലും ഈ വീഡിയോയിലെല്ലാം ഡിസ്കസ് ചെയ്യുന്നത് ഫൈനൈറ്റ് ഫീൽഡിനെ കുറിച്ചും ഫൈനൈറ്റ് ഫീൽഡിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫൈനൈറ്റ് ഫീൽഡുകളുടെ സ്ട്രക്ചറിനെ കുറിച്ചൊരു സ്റ്റഡി നമ്മൾ ആദ്യം ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിലിവിടെ പറയുന്നത്, ഇപ്പോൾ ആദ്യത്തെ ഒരു റിസൾട്ട് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ആ സ്ട്രക്ചറിനെ കുറിച്ചുള്ള ഡിഫറെൻറ്റ് ഇൻഫർമേഷൻസ് നമ്മൾ ഡിഫറെൻറ്റ് റിസൾട്ടിലൂടെയും തിയറത്തിലൂടെയും എല്ലാം പ്രൂവ് ചെയ്യും. അപ്പോൾ ആദ്യം പറയുന്ന ഒരു റിസൾട്ട് എന്ന് പറയുന്നത്, സപ്പോസ് ഈ ഈസ് എ ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ of degree n over a finite field f. So that means E is a finite extension of f. Finite field f. Then ഒന്നാമത്തെ സ്ട്രക്ചറൽ പ്രോപ്പർട്ടിയാണ് പറയാൻ പോകുന്നത്. if f has q elements, അപ്പോൾ കണ്ടോ നമ്പർ ഓഫ് എലമെന്റ്സിനെ കുറിച്ചിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ഇവിടുന്ന് കിട്ടുകയാണ്. ഇഫ് f has q elements then E has q⁻n elements. If the degree of E as a vector space over f is n, if f has q elements then E has q⁻n elements. നോട്ട് ചെയ്യേണ്ട ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് തന്നിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, E is a finite extension of f and degree of E over f is equal to n. Here f is a finite field, so it contains finite number of elements. Okay. As a vector space over f, E has dimension is equal to n. So suppose what is the dimension of a vector space means it has a basis containing
n elements. Alpha 1, suppose alpha 1, alpha 2, etc. alpha n be a basis for E as a vector space over F. Okay, so this is a basis for E means every element in E can be expressed as a linear combination of these n elements. You have to evaluate the number of elements in E. Okay, from this we can say that if beta belongs to E, then our beta can be expressed as a linear combination of these n vectors with the coefficient from F. So you can write your beta as B0 alpha B1 alpha 1 plus B2 alpha 2 plus etc. plus Bn alpha n. Bi's are from E is a vector space over F. So the scalars are taken from the field F. Okay, this is a finite field, so you have only finite number of choices for Bi's. Okay, so how many distinct linear combinations are possible by using these n vectors and q elements, q scalars? It is clear that there exist q raised to n distinct linear combinations. So what? Cardinality of E is equal to q raised to n. Okay, this is one structural property that gives the information about the number of elements in a finite extension of a finite field. Next is suppose E is a finite field. E is a finite field, and the characteristic of E is equal to finite field means a field is either of prime characteristic P or of characteristic 0. You know that. We already proved that result. So, since E is a finite field, we know that the characteristic of E is a prime number P. Suppose the characteristic of E is equal to P. Then, we will show that, we have to show that cardinality of E is equal to P raised to n for some positive integer n. Okay, characteristic P ആയിട്ടുള്ള ഒരു ഫീൽഡിനകത്ത് P raised to n elements ആണ് ഉണ്ടാവുക എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാം. അപ്പോൾ നമ്മൾ മുന്നിലോട്ട് പോവുക. ഫസ്റ്റ് നമ്മളുടെ കഴിഞ്ഞ വീഡിയോസിലോട്ട് പോകുന്ന സമയത്തിൽ നമ്മൾക്കറിയാം a field F is either of prime characteristic P or of characteristic 0. If it is of prime characteristic P, it contains a subfield. It contains a subfield isomorphic to ZP. So, ZP എന്ന് പറയുന്ന പ്രൈം ഫീൽഡ് ഈ എഫിനകത്ത് കിടക്കുന്നത്. We can consider F as an extension of ZP. We can consider your F as an extension of ZP. Here the characteristic of E is P. So E contains a subfield isomorphic to ZP. Okay, isomorphic to, that means E is an extension of the prime field ZP. This is a finite field. Okay, finite field. So this is a finite extension. Okay, this is already we have given that E is a finite field. Okay, so this extension is finite. Okay, that means E is a finite extension of a finite field ZP. Okay, so you just apply the previous result. You know that ZP has P elements. E is a finite extension of ZP means degree of E as a vector space over ZP is some n. We just say n. So E is a finite extension of ZP and ZP has P elements. So by applying the previous result, we can conclude that cardinality of E equal to P raised to n. So if E is a finite field of characteristic P, then E contains P raised to n elements for some positive integer n.
This is another structural property of a finite field. Next structural property we want to show is what? F be a field. Let E be a field. E be a field of P raised to n elements. Suppose E is a field of P raised to n elements, and E is contained in the algebraic closure of set P. E is contained in the algebraic closure of set P. Set P closure. Set P closure എന്ന് പറഞ്ഞാൽ എന്താ? Algebraic closure of set P എന്ന് പറഞ്ഞാൽ എന്താ? An algebraic extension of set P which is algebraically closed. Okay. Then, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ഇനി എന്താ പറയേണ്ടത്? പ്രൂവ് ചെയ്യേണ്ടത് എന്താ? നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് the elements of E are, ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, precisely the zeros of the polynomial x raised to p raised to n minus x. അപ്പോൾ E എന്ന് പറയുന്നത്, കർഡിനാലിറ്റി ഓഫ് E എന്ന് പറയുന്നത് p raised to n ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. E is a finite field and has p raised to n elements. അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ p raised to n എലമെന്റ്സും ഈ രൂപത്തിൽ വരുന്ന പോളിനോമിയലിന്റെ സീറോസ് ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. വളരെ കെയർഫുൾ ആയിട്ട് നോട്ട് ചെയ്യേണ്ട ഒരു പ്രോപ്പർട്ടിയാണ് ഇത്. സ്ട്രക്ചറൽ പ്രോപ്പർട്ടിയാണ് കേട്ടോ. അപ്പോൾ നോക്കൂ, E എന്ന് പറയുന്ന ഫൈനൈറ്റ് ഫീൽഡാണ് അല്ലേ? നമ്മൾ കഴിഞ്ഞ സെമ്മുകളിൽ പഠിച്ചിട്ടുണ്ട്. E എന്ന് പറയുന്ന ഒരു ഫൈനൈറ്റ് ഫീൽഡ് തന്നു കഴിഞ്ഞാൽ അതിലെ നോൺ സീറോ എലമെന്റുകളുടെ കളക്ഷൻ എന്ന് പറയുന്നത് വിത്ത് റെസ്പെക്ട് ടു മൾട്ടിപ്ലിക്കേഷൻ ഒരു സൈക്ലിക് ഗ്രൂപ്പ് ഫോം ചെയ്യും എന്നറിയാം. E സ്റ്റാർ ഡോട്ട് എന്ന് പറയുന്നത് ഒരു സൈക്ലിക് ഗ്രൂപ്പ് ഫോം ചെയ്യും. ഇതിനകത്ത് എത്ര എലമെന്റ്സ് ഉണ്ട്? കർഡിനാലിറ്റി ഓഫ് E സ്റ്റാർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഇക്കകത്ത് p raised to n എലമെന്റ്സ്, E സ്റ്റാർ എന്ന് പറഞ്ഞാൽ 0 ഒഴിവാക്കി. സോ കർഡിനാലിറ്റി ഓഫ് E സ്റ്റാർ ഇസ് ഈക്വൽ ടു p raised to n minus 1 അല്ലേ? അപ്പൊ നോക്കൂ, ക്ലിയർലി ഇപ്പോൾ ഇതിൽ ഇയിൽ ഇപ്പോൾ 0 എന്ന് പറയുന്ന എലമെന്റ് ഇയിലുണ്ടെങ്കിൽ ആ 0 ക്ലിയർലി ഒരു 0 ആണ് ഇതിന്റെ, അല്ലേ? എക്സിന് 0 കൊടുക്കുമ്പോൾ 0 തന്നെയല്ലേ കിട്ടുന്നത്, അല്ലേ? അപ്പൊ 0നെ കുറിച്ച് നിങ്ങൾ ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. 0 ഈസ് ഓൾറെഡി എ 0 ഓഫ് ദിസ് പോളിനോമിയൽ, അല്ലേ? അപ്പൊ ബാക്കി നോൺ സീറോ എലമെന്റ്സുകളുടെ കാര്യം നോക്കിയാൽ മതി നമ്മൾ, കേട്ടല്ലോ. അപ്പൊ ഈ ഗ്രൂപ്പിന്റെ ഓർഡർ എന്ന് പറയുന്നത് p raised to n minus 1 ആണ്. അപ്പൊ ഞാനിപ്പോൾ ഒരു എലമെന്റ് എടുത്തു, ആൽഫ ബിലോങ്സ് ടു E സ്റ്റാർ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്ത് പറയാൻ പറ്റും? ദാറ്റ് എലമെന്റ് റേസ് ടു കർഡിനാലിറ്റി ഓഫ് ദി ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്താ? കർഡിനാലിറ്റി ഓഫ് ദി ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ p raised to n minus 1 എന്തായിരിക്കും? 1 ആയിരിക്കും, ഐഡന്റിറ്റി ആയിരിക്കും, അല്ലേ? ഇതറിയാലോ, A ബിലോങ്സ് ടു G ആണെങ്കിൽ A raised to കർഡിനാലിറ്റി ഓഫ് G എന്ന് പറയുന്നത് E. ഈ റിസൾട്ട് അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ആൽഫ p raised to n minus 1 എന്ന് പറയുന്നത് 1 ആണ്. മൾട്ടിപ്ലിക്കേറ്റീവ് ഗ്രൂപ്പ് ആയതുകൊണ്ട് ഐഡന്റിറ്റി 1 ആണ്. അപ്പൊ നോക്കൂ, ആൽഫ ഇതിൽ നിന്ന് എന്ത് പറയാം? ആൽഫ p raised to n ഡിവൈഡഡ് ബൈ ആൽഫ ഇസ് ഈക്വൽ ടു 1. സോ ദിസ് ഇംപ്ലൈസ് ആൽഫ p raised to n ഈക്വൽ ടു ആൽഫ. ഇതിൽ നിന്ന് എന്ത് പറയാം? ആൽഫ p raised to n മൈനസ് ആൽഫ ഈക്വൽ ടു 0. സോ ആൽഫ ഇസ് എ 0 ഓഫ് എ പോളിനോമിയൽ x raised to p raised to n മൈനസ് x is equal to 0. ഓക്കെ, ഇനി നമുക്ക് എന്താ പ്രൂവ് ചെയ്യാനുള്ളത്? ഇയിൽ നിന്ന് ഒരു എലമെന്റ് എടുത്തിട്ടുള്ള സമയത്ത് ദാറ്റ് എലമെന്റ് ഈസ് എ 0 ഓഫ് x raised to p raised to n മൈനസ് x എന്ന് പറയുന്നത് നമ്മൾ പ്രൂവ് ചെയ്തു കഴിഞ്ഞു, അല്ലേ? ഇനി നമ്മൾക്ക് പ്രൂവ് ചെയ്യേണ്ടത് എവറി എലമെന്റ് ഇൻ ഇ ആർ പ്രിസൈസ്ലി ദി 0. ഇയിലെ എല്ലാ എലമെന്റും ഇതിന്റെ 0 ആണ്. അപ്പൊ എങ്ങനെ നമ്മൾ പ്രൂവ് ചെയ്യുക? അപ്പൊ നമ്മൾ ചെയ്യേണ്ട എന്താ വെച്ച് കഴിഞ്ഞാൽ, നോക്കൂ, ഇതൊരു p raised to n ഡിഗ്രി വരുന്ന ഒരു പോളിനോമിയലാണ്. p raised to n ഡിഗ്രി വരുന്ന ഒരു പോളിനോമിയലിന് എത്ര സീറോസ് ഉണ്ടാവും? p raised to n സീറോസ് ഉണ്ടാവും, അല്ലേ? നമ്മളിപ്പോൾ പ്രൂവ് ചെയ്തു ഇയിലെ ഏതൊരു എലമെന്റ് എടുത്താലും അത് ഈ പോളിനോമിയലിന്റെ 0 ആണ്, അല്ലേ? ഇക്കകത്ത് എത്ര എലമെന്റ്സ് ഉണ്ട്? p raised to n എലമെന്റ്സ്, അല്ലേ? അപ്പൊ എന്താ പറയാൻ പറ്റുക?
എക്സ് റേസ് ടു പി റേസ് ടു എൻ മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന പോളിനോമിയലിന്റെ സീറോസ് ആണ് ഇവിടെ ഉണ്ടാവുക, ഇക്കകത്തുണ്ടാവുക. കിട്ടിയോ? അതായത് ഇയിലെ എല്ലാ എലമെന്റ്സും ഇതിന്റെ 0 ആണ്, ഈ പോളിനോമിയലിന്റെ 0 ആണ്. അല്ലെങ്കിൽ ഈ പോളിനോമിയലിന്റെ സീറോസ് ആണ് കർഡിനാലിറ്റി ഓഫ് ഇ എന്ന് പറയുന്നത് പി റേസ് ടു എൻ ആയിട്ട് വരുന്ന ഇക്കകത്തുള്ള എലമെന്റ്സുകൾ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ ഇതൊന്നും നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ നമ്മൾ അതൊന്ന് ശ്രദ്ധിക്കണം.